ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. വളരെ കോമൺ ആയിട്ട് ഡോക്ടർമാരെടുത്ത ആൾക്കാർ വരുമെന്ന് പറയുന്ന പ്രശ്നമാണ്, ഡോക്ടർ എനിക്ക് ഭയങ്കര നീരിറക്കമാണ്, എനിക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദന, എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല, കുളിച്ചിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ഒരു കാര്യത്തിന് പോകാൻ പറ്റത്തില്ല, പിന്നെ 2 ദിവസത്തേക്ക് ശരീരം അനക്കാൻ പറ്റാത്ത വേദനയാണ്. ഡോക്ടർമാരെ കണ്ടു, ഡോക്ടർമാർ മരുന്ന് തരുമ്പോൾ അല്പം കുറവുണ്ട്, പക്ഷേ എനിക്കിത് വിട്ടുമാറുന്നില്ല. പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് പലവിധ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എല്ലാവിധ ടെസ്റ്റുകളും നോർമൽ. നമ്മുടെ സമൂഹത്തിൽ ഏകദേശം 85% പേരെയും ജീവിതത്തിൽ 1-2 തവണ അലട്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞ നീരിറക്കം എന്ന് പറയുന്നത്. ഇതിന് മുൻപ് ഏകദേശം 2-3 വർഷം മുമ്പെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ ഇതേ വിഷയത്തിനെക്കുറിച്ച്, നീരിറക്കത്തിനെക്കുറിച്ച്, അതിൻ്റെ വീട്ടിൽ തന്നെ ചെയ്യേണ്ട മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ നീരിറക്കം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാം. ഇടവിട്ട് ഈ നീരിറക്കം വരുന്നവർക്ക് ഈ കാര്യം ഒഴിവാക്കാനായിട്ട്, അതായത് നീരിറക്ക ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഇത് ഇന്ന് വയസ്സായവരെ മാത്രമല്ല, ചെറുപ്പക്കാരിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. നീരിറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മെഡിക്കൽ ഭാഷയിൽ മയോഫേഷ്യേറ്റിസ് എന്ന് പറയാം. അതായത് നമ്മുടെ ശരീരത്തിലെ മസിലുകളുണ്ടല്ലോ, ഈ മസിലുകൾ വെറുതെ ശരീരത്തിൽ അടുക്കി വെച്ചൊക്കെയല്ല, മസിലുകളെ കൃത്യമായിട്ട് അടുക്കി അതിന് ചുറ്റും ഒരു ചെറിയൊരു കവറിംഗ് ഉണ്ട്, വളരെ നൈസായിട്ടുള്ള. ഇപ്പം നമ്മൾ കടയിലെല്ലാം പോയിട്ട് ഇപ്പോൾ മട്ടണോ ബീഫോ എല്ലാം വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഓരോ ലെയർ മസിലിന് ചുറ്റും വളരെ നേർത്ത, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കൊഴുപ്പൊന്നും തോന്നുന്ന പോലുള്ള ചെറിയ ഒരു പാളി കാണാം, ഒരു നേർത്ത പാട പോലെ. ഈ പാട കൃത്യമായിട്ട് അവർ നീക്കം ചെയ്യുന്നത് കാണാം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലും മസിലുകളെ കവർ ചെയ്തുകൊണ്ട്, മസിലുകളെ കൃത്യമായി അടുപ്പിച്ച് വയ്ക്കുന്ന ഒരു നേർത്ത ഒരു കവറിംഗ് ഉണ്ട്, ഫേഷ്യ എന്നാണ് പറയുന്നത്. ഈ ഫേഷ്യക്കകത്ത് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴോ പതിവില്ലാതെ ഈ മസിലുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അതിനിടയിൽ ചെറിയ ഇൻഫ്ലമേഷൻ വരാം. ഇൻഫ്ലമേഷൻ മലയാളത്തിൽ നീർക്കെട്ടെന്ന് പറയാം. ഈ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഭാഗത്ത് ചെറിയ ഒരു സ്വെല്ലിംഗ് വരാം. അതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഞരമ്പുകൾക്കും രക്തക്കുഴലിനും ചെറിയായിട്ട് കംപ്രഷൻ വരും. ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു ചെറിയ തടിപ്പ് വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പ്രഷർ വരത്തില്ലേ, ഈ ഒരു പ്രഷർ കാരണം നമുക്ക് അവിടെ വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. ഇങ്ങനെ നമുക്ക് മസിലിന് ചുറ്റുമുള്ള ഫേഷ്യയിൽ വരുന്ന ഇൻഫ്ലമേഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തടിപ്പുമാണ് നമ്മൾ സാധാരണ നീർക്കെട്ട് എന്ന് പറയുന്നത്. നീർക്കെട്ടുള്ള ഭാഗത്ത് ഞെക്കി നോക്കുമ്പോൾ വേദന വരുന്നതിന് കാരണം ആ ഭാഗത്തുള്ള നാഡികൾക്ക് ഒരു പ്രഷർ വരുന്ന, ഒരു കംപ്രഷൻ വരുന്നതുകൊണ്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ഏതൊക്കെ ഭാഗത്തുള്ള മസിലുകളിലാണ് നീർക്കെട്ട് വരുന്നതെന്ന് വിശദീകരിക്കാം. മോസ്റ്റ് കോമൺ ആയിട്ട് 90% പേരിലും ഈ നീർക്കെട്ട് വരുന്നത് ഒരു 4-5 ഇനം മസിലുകളെയാണ് ബാധിക്കുന്നത്. ഒന്നാമത്തത് നമ്മുടെ കഴുത്തിൻ്റെ സൈഡിൽ, നമ്മൾ തല ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ മസിൽ തടിച്ച് വരുന്ന കണ്ടിട്ടില്ലേ, സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഇടതും വലതുമുള്ള ഈ സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ് അഫക്റ്റ് ചെയ്യപ്പെടാം. ഇല്ലെങ്കിൽ കഴുത്തിൻ്റെ പുറകിൽ മുതുകിലേക്ക് താഴേക്ക് ഒരു ചെറിയ ഒരു പാളി പോലെ ഇരിക്കുന്ന മസിലുണ്ട്, ട്രപ്പീസിയസ് എന്ന് പറയും. ഈ മസിലിന് ഇത് വരാം. അതല്ലെങ്കിൽ നമ്മുടെ തോൾ പലകയിലെ, നമ്മുടെ മുതുകിൽ ഇരുവശത്തും കാണുന്ന തോൾ പലകയ്ക്ക് ചുറ്റും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു 3 ജോഡി മസിലുകളുണ്ട്. ഈ മസിലുകളിൽ ഈ പറഞ്ഞ പ്രശ്നം വരാം. ഇത്രയും ഭാഗത്താണ് നമുക്ക് വളരെ കോമൺ ആയിട്ട് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പലരും തോന്നും, ഡോക്ടറെ എനിക്ക് കയ്യിലൊക്കെ നീർക്കെട്ട് വരുമല്ലോ, കൈക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുമല്ലോ, നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ട് മുട്ടിൻ്റെ അവിടെയൊക്കെ വേദന വരുമല്ലോ, ഇതെന്താണെന്ന് ചോദിക്കാം. പലപ്പോഴും നമുക്ക് ഈ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് പോകുന്ന നാഡികളുണ്ട്. കഴുത്തിൻ്റെ ഏതെങ്കിലുമുള്ള ഭാഗത്ത് ഇത്തരത്തിൽ നീർക്കെട്ട് വന്നു, ഒരു ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് ഇത് കയ്യിലേക്ക് പോകുന്ന നാഡികളെ പ്രസ് ചെയ്യുന്നു. ഈ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ചിലപ്പോൾ കഴുത്തിലായിരിക്കത്തില്ല, കയ്യിലായിരിക്കും വേദന അനുഭവപ്പെടുക. നീരിറക്കം വരുമ്പോൾ കയ്യിൽ വേദനയും അസഹ്യമായ കഴപ്പും അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. പലപ്പോഴും ഇത്തരം വേദനകൾ ഇപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഇത് വരാം. ഇപ്പോൾ പതിവായിട്ട് നമ്മൾ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന ആൾ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് ഒരു കടുത്ത എന്തെങ്കിലും പണി ചെയ്യുന്നു, വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു കിളക്കലോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ എടുത്തു പൊക്കലോ ചെയ്യുന്നു. പിറ്റേ ദിവസം ആകുമ്പോൾ ശക്തമായിട്ടുള്ള വേദന പുറകിൽ വരാം. അതായത് അനങ്ങാതിരിക്കുന്ന മസിലുകൾ പെട്ടെന്ന് അനങ്ങുമ്പോൾ ആ ഭാഗത്ത് ഒരു നീരിറക്കം വരാം. ഇത് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യം. എന്നാൽ ചിലർക്ക് ഇതൊരു സ്ഥിരം സംഭവമായിട്ട് വരാം. ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്ന വേദനയ്ക്കും നീരിറക്കത്തിനും നമുക്ക് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്ന് പറയും. ഇത്തരക്കാരിൽ വേദന വിട്ടുമാറാതെ എപ്പോഴും ഈ നീരിറക്കവും അസ്വസ്ഥതയും കാര്യങ്ങളും ആയിരിക്കാം. ഒരു ജോലിയും ശരിയായിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ല, ഒരു ഉന്മേഷം കിട്ടത്തില്ല. എപ്പോഴും ശരീരത്തിന് ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന തൈലവും എണ്ണയും എല്ലാം വാരിയിടുന്ന ഒരു സാഹചര്യം വന്നു എന്ന് വരാം. ഇത്തരക്കാരിൽ ഈ കഴുത്തിൻ്റെ, ഞാൻ ഈ പറഞ്ഞ ഒരു 4-5 തരം മസിലുകളിൽ മാത്രമല്ല,
പലപ്പോഴും നെഞ്ചിൻ്റെ ഭാഗത്ത് നമ്മുടെ വാരിയലുകളിലെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ഈ വാരിയലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മസിലുകളുണ്ട്, ഇന്റർകോസ്റ്റൽ മസിൽ എന്നാണ് പറയുന്നത്. ഈ മസിലുകൾക്ക് നീർക്കെട്ട് വരാം. പലപ്പോഴും ചുമയ്ക്കുമ്പോൾ ഇത്തരക്കാരിൽ നെഞ്ചിൽ കൊളുത്തി പിടിക്കുന്ന പോലെ വേദന വരാം, നെഞ്ചിൽ സൂചി വെച്ച് കുത്തുന്ന പോലെ പെയിൻ അനുഭവപ്പെടാം, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ വിലങ്ങുന്ന പോലെ അനുഭവപ്പെട്ടെന്ന് വരാം. ചിലപ്പോൾ ഈ വേദന കൈയുടെ ഈ ഷോൾഡറിലേക്ക് റേഡിയേറ്റ് ചെയ്തു എന്ന് വരാം. ഇതെല്ലാം നീരിറക്കത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ്. നീരിറക്കം വന്നാൽ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം മാനേജ്മെൻറ്റുകൾ ചെയ്യണമെന്ന് ഞാൻ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ നീരിറക്കം വരുന്നവർ ശ്രദ്ധിക്കേണ്ട, ഈ തുടർച്ചയായിട്ട് വരുന്ന പ്രശ്നം എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ, ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, ഉറക്കം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദിവസവും ഒരു 7 മണിക്കൂർ ഉറക്കം കിട്ടുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ നീരിറക്കം വരാനുള്ള സാധ്യത നമുക്ക് ഗണ്യമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത്തത്, ഒരു ദിവസത്തിൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഞാൻ ഇതിനു മുൻപും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മസിലുകളുടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കുന്നതിന്, നമ്മുടെ മസിലുകൾ ശരിയായിട്ട് കൺട്രാക്ട് ചെയ്ത് വികസിക്കുന്നതിന് ആ ഒരു മാറ്റം നടക്കണം എന്നുണ്ടെങ്കിൽ മസിലുകളിൽ ജലാംശം ധാരാളം ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ ശരീരം ഈ മസിലുകൾക്കിടയിലേക്കാണ് ഈ ജലാംശം കൊണ്ടുപോകുന്നതും ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തുന്നതും. അതിന് ദിവസം 3 ലിറ്റർ വെള്ളം നിങ്ങൾ നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം. മൂന്നാമത്തത്, അമിതമായിട്ടുള്ള ടെൻഷൻ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിട്ടുമാറാതെ ടെൻഷനും മറ്റു ബുദ്ധിമുട്ടും, ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി, ഉത്കണ്ഠ പോലുള്ള പ്രശ്നമുള്ളവർക്ക്, ഇതിൻ്റെ കാരണം കൊണ്ട് ഉറക്കക്കുറവ് വരുന്നവർക്ക് വിട്ടുമാറാതെ ശരീരത്തിൽ വേദന, ഇത്തരത്തിൽ നീരിറക്കം അനുഭവപ്പെട്ടു എന്ന് വരാം. ഇത്തരക്കാർ ചെയ്യേണ്ടത് യോഗ പോലെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒന്ന് നോർമലാക്കാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നത് നന്നായിരിക്കും. ഞാൻ മുൻപും വിശദീകരിച്ചിട്ടുണ്ട്. ബ്രീത്തിങ് ടെക്നിക്സ്, ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ഇത്തരത്തിൽ നീരിറക്കം വരുന്ന ടെൻഡൻസി ഒഴിവാക്കാൻ സഹായിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശ്വാസകോശ ത്തിന് ചുറ്റുമുള്ള മസിലുകളെയും കഴുത്തിൻ്റെ ഭാഗത്തുള്ള മസിലുകളെയാണ് നീർക്കെട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് ബ്രീത്തിങ് എക്സസൈസ് ഒരു പരിധി വരെ സഹായിക്കാറുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഉള്ളിലേക്ക് വളരെ പെട്ടെന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, മൂക്ക് വഴിക്ക് വലിച്ച് ഒരു 3 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് ശ്വാസം വലിച്ചതിന് ശേഷം 6 സെക്കൻഡ് ശ്വാസം പുറത്തേക്ക് വിടാതെ ഹോൾഡ് ചെയ്ത് നിർത്തുക. അതിനുശേഷം ഒരു 8 സെക്കൻഡ് ഉണ്ട്, എത്രത്തോളം പതിയെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാൻ സാധിക്കുമോ അത്രത്തോളം വിടുക. നിങ്ങൾ ശ്വാസം പെട്ടെന്ന് വലിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെയും മുതുകിലെയും ഭാഗത്തെ മസിലുകൾ ഒന്ന് വികസിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഈ ഓക്സിജൻ ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഗ്രാജ്വലി റിലാക്സ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ വാരിയലുകളുടെ ഭാഗത്തുള്ള മസിലുകളെ റിലാക്സ് ആകാനായിട്ട് സഹായിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്യുന്ന വ്യായാമമാണ്. നിങ്ങൾ ശരീരത്തിന്, ഇപ്പോൾ വ്യായാമം എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നത് ഓടുക, നടക്കുക പോലുള്ള വ്യായാമങ്ങളാണ്. അല്ല, അതുമാത്രമല്ല, നീരിറക്കം തടയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മസിലുകളെ സ്ട്രെച്ചിങ് എക്സസൈസ് ശരിയായിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്ട്രെച്ചിങ് എക്സസൈസുകൾ എന്തെല്ലാമാണെന്ന്, അതായത് ശരീരത്തിലെ മസിലുകളെ മാക്സിമം വലിയിക്കുന്ന എക്സസൈസുകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ട്രെയിനറോട് ചോദിക്കുകയും ചെയ്യുക. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി നിങ്ങൾ പഠിച്ച് ചെയ്യുക. നിങ്ങൾ ഏത് വ്യായാമം ചെയ്യുന്നതിന് മുൻപ്, ഇപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും വ്യായാമം ചെയ്യാൻ പോകുന്നു, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ വിറക് വെട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ഓല വെട്ടിക്കീറാൻ പോകുന്നു, അല്ലെങ്കിൽ കിളയ്ക്കാൻ പോകുന്നു, അതിനു മുമ്പ് ശരീരത്തിലെ മസിലുകൾക്ക് ഒരു സ്ട്രെച്ചിങ് നൽകുക. ഈ സ്ട്രെച്ചിങ് മാക്സിമം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മസിലുകളിൽ നീർക്കെട്ട് വരുന്ന ടെൻഡൻസി ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ പതിവില്ലാതെ വ്യായാമത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഡെയിലി വ്യായാമം ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതിനിടയ്ക്ക് നീരിറക്കം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം, ശരീരത്തിലെ മസിലുകളെ റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള എക്സസൈസുകളിലേക്ക് കടക്കുക. ഇതും നമുക്ക് നീരിറക്കം തടയുന്നതിന് വളരെയധികം ഉപകരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലെ വിയർപ്പാണ്. നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ സമയം വിയർപ്പ് തങ്ങി നിൽക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ വിയർക്കുന്നുണ്ട്. പൊതുവേ നമ്മൾ കേരളത്തിൽ ഊഷ്മാവ് ഇത്തിരി വ്യത്യാസമുണ്ട്. അമിത ചൂടല്ലെങ്കിൽ പോലും നമുക്കിവിടെ ഹ്യൂമിഡിറ്റി കാരണം നമ്മൾ വല്ലാണ്ട് വിയർക്കും. ഈ വിയർപ്പ് പലപ്പോഴും ഈ നീരിറക്ക ടെൻഡൻസി ഉള്ളവർക്ക് അവരുടെ ശരീരത്തിൽ തങ്ങി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് ഈ മസിലിൽ ഈ ഇൻഫ്ലമേഷൻ വരാനും നീരിറക്കം, നീർക്കെട്ട് വരാനും കാരണമാകും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശരീരത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലോ അമിതമായി വേർപ്പുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാൽ ഒരു ടവലോ ഇല്ലെങ്കിൽ കർച്ചീഫോ ഉപയോഗിച്ച് നിങ്ങളുടെ തലയുടെ ബാക്ക് വശവും ചെവിയുടെ പുറകുവശവും ചെവിയുടെ ഈ താഴത്തെ ഈ കഴുത്തിൻ്റെ ഈ 2 വശത്തുള്ള ഭാഗവും ഈ കഴുത്തിൻ്റെ ബാക്കിലെ ഭാഗത്തുള്ള വിയർപ്പ് തുടർച്ചയായിട്ട് തുടച്ചു വയ്ക്കണം. ഇത് കൊച്ചുകുട്ടികളായിക്കോട്ടെ വയസ്സായവരായിക്കോട്ടെ തുടർച്ചയായിട്ട് ഈ വിയർപ്പ് തുടച്ചു വയ്ക്കുക. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വിയർപ്പല്ലേ, സാരമില്ല എന്ന് വിചാരിക്കും. പക്ഷേ വിയർപ്പാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ പുറത്ത് ഇങ്ങനെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ വിയർപ്പും വെള്ളമാണ്, ജലാംശമാണ്. നീരിറക്ക ടെൻഡൻസി ഉള്ളവർക്ക്
തുടർച്ചയായിട്ട് ഇങ്ങനെ വിയർപ്പ് നിൽക്കുന്നത് അവർക്ക് ക്രമേണ നീർക്കെട്ട് ഉണ്ടാക്കിയെന്ന് വരാം. വിയർപ്പ് തുടച്ചു വയ്ക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുളിച്ചിട്ട് ഉടൻ തന്നെ പോയി വിയർക്കാതിരിക്കാൻ നോക്കുക. കാരണം നിങ്ങൾ കുളിച്ച് നിങ്ങളുടെ ശരീരം ഒന്ന് റിലാക്സായി, മസിലുകൾ ഒന്ന് കൂളായി നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ പോയിട്ട് സഡനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യാനോ വിയർക്കാനോ വെയിലേൽക്കാനോ പോകുന്നത്. ഇത് നിങ്ങളുടെ മസിലുകളിൽ വീണ്ടും ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും വിയർക്കുകയാണെങ്കിലോ വ്യായാമം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ വെയിലത്ത് അടക്കുകയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് പോകാതിരിക്കുക. ഇതെല്ലാവർക്കും അല്ല കേട്ടോ. തുടർച്ചയായിട്ട് നീർക്കെട്ട് ടെൻഡൻസി വരുന്നവർ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വേർത്ത് നിൽക്കുകയാണ്, ഇപ്പോൾ പുറത്ത് നിന്ന് വേർത്തിട്ട് വരുന്നു, ഉടൻ തന്നെ തലയിൽ കൂടെയോ ശരീരത്തിൽ കൂടെയോ വെള്ളം ഒഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റുക. പലരും ഈ ചൂടത്തെല്ലാം പോയിട്ട് വരുമ്പോൾ അമിതമായിട്ടുള്ള ഉഷ്ണവും ആവിയും ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വന്ന ഉടൻ തന്നെ നേരെ ബാത്റൂമിലേക്ക് പോയി വെള്ളം ശരീരത്തിൽ ഒഴിച്ച് ആ ശരീരം ഒന്ന് തണുപ്പിക്കുന്ന ഒരു രീതി ഒരുപാട് പേർക്കുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രധാന സ്വഭാവമാണ്. ഇതും നിങ്ങൾക്ക് ഒരു പക്ഷേ മസിലുകളിൽ നീർക്കെട്ട് വരാൻ കാരണമാണ്. കാരണം ഒന്ന് ചൂടത്ത് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒന്ന് ഹീറ്റ് ആയിരിക്കുന്ന മസിലുകളിൽ പെട്ടെന്ന് തണുപ്പ് ചെല്ലുന്നത് അവർക്ക് പലർക്കും ഇൻഫ്ലമേഷൻ സൃഷ്ടിച്ചു എന്ന് വരാം. മറ്റൊരു ശീലം എന്ന് പറയുന്നത് കുളിക്കുമ്പോൾ തേക്കുന്ന എണ്ണയാണ്. ഞാൻ മുൻപും ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണ നിങ്ങൾ കഴുകിക്കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് നിങ്ങളുടെ കഴുത്തിൻ്റെ പുറകിലുള്ള മസിലുകൾക്ക് ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുകയും കഴുത്തിൻ്റെ ഭാഗത്തുള്ള മസിലുകളിലേക്ക് ഈ ഇൻഫ്ലമേഷൻ റേഡിയേറ്റ് ചെയ്യുകയും നീരിറക്കം വിട്ടുമാറാതെ വരികയും ചെയ്യും. അതുകൊണ്ട് നീരിറക്കത്തിൻ്റെ ഒരു ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കുളിക്കുമ്പോൾ കഴിയുന്നത്ര എണ്ണ ഒഴിവാക്കുക. ഇനി അതല്ല, എണ്ണ തേച്ച് കുളിച്ചാലേ പറ്റുള്ളൂ നിർബന്ധം ഉണ്ടെങ്കിൽ എണ്ണ തേക്കുക, കുളിച്ച് അതേസമയം തലയിൽ ഇട്ടിരിക്കരുത്. കുളിക്കുമ്പോൾ അപ്പോൾ തന്നെ ഈ എണ്ണ കംപ്ലീറ്റ് നന്നായിട്ട് കഴുകി തലയിൽ നിന്നും കളയുക. ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ നീരിറക്കം ടെൻഡൻസി ഉള്ളവർ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് നീർക്കെട്ട് ടെൻഡൻസി വരുന്നവർ ഒരു വെജിറ്റബിൾ ബേസ്ഡ്, അതായത് പച്ചക്കറികൾ കൂടുതലുള്ള ഒരു ഡയറ്റ് എടുത്തു പോകുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നോൺ വെജ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലീൻ പ്രോട്ടീൻസ്, മത്സ്യം, ചിക്കൻ പോലുള്ളവ കൂടുതൽ ഉപയോഗിക്കുക. ശരീരത്തിൽ ഇൻഫ്ലമേഷൻ്റെ ടെൻഡൻസി കൂട്ടുന്ന ഇറച്ചി വർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് റെഡ് മീറ്റ്, ബീഫ് പോലുള്ളവ കഴിയുന്നത്ര ഒഴിവാക്കി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അമിതമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഒരുപാട് ഉപ്പ് ചേർന്ന, ഒരുപാട് മധുരം മസാല ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പൊരിച്ച ഭക്ഷണങ്ങളും ട്രാൻസ് ഫാറ്റും കഴിയുന്നത്ര ഈ നീർക്കെട്ട് അല്ലെങ്കിൽ നീരിറക്ക ടെൻഡൻസി ഉള്ളവർ കുറച്ച് പോകുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നീരിറക്ക ടെൻഡൻസി ഉള്ളവർ മധുരത്തിൻ്റെ ഉപയോഗവും ഈ പ്രോസസ്സ് ചെയ്ത കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗവും പരമാവധി കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ മെറ്റബോളിസം നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം നിയന്ത്രിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളിലേക്കും ഊർജ്ജം എത്തിക്കുന്നതിന് നമ്മുടെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഹോർമോൺ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രമേഹ രോഗം ഉണ്ടാകുന്നതിന് കാരണവും ഇൻസുലിൻ്റെ താളപ്പിഴയാണ്. ഇൻസുലിൻ ഹോർമോണിൻ്റെ മെറ്റബോളിസത്തിൽ വരുന്ന വ്യത്യാസം, ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ഇത്തരത്തിൽ മസിൽ പെയിന്, നീരിറക്കത്തിന് കാരണമാകുമെന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമിതവണ്ണം ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ നീരിറക്ക ടെൻഡൻസി, കഴുത്തുവേദനയും ശരീരം വേദനയും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അമിതവണ്ണ ടെൻഡൻസി ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ മധുരം പരമാവധി ഒഴിവാക്കി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഈ ഒരു രീതിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നീർക്കെട്ട് അല്ലെങ്കിൽ നീരിറക്കം വരുന്നു, ശരീരം വേദന, ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരുപാട് ആശ്വാസമാകുമെന്ന് ഉറപ്പാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരെയും സ്ത്രീകളെയും ഉൾപ്പെടെ ഒരുപാട് പേരിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ നീരിറക്കം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ട് മരുന്നുകളും പെയിൻ കില്ലറും കഴിക്കുന്നതിനേക്കാൾ വളരെ ഭേദമല്ലേ ഞാൻ ഈ പറഞ്ഞ ചെറിയ മാറ്റങ്ങൾ വരുത്തി നീരിറക്കം ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നത്. അതിനാൽ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.